സംസ്ഥാനത്ത് ഇനി തോരാമഴക്കാലമാണ്. കാലവർഷം ജൂൺ മാസമാവും മുമ്പ് തന്നെ സംസ്ഥാനത്തെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2009 ശേഷം ഇതാദ്യമായാണ് ഇത്രയും നേരത്തെ കാലവർഷം എത്തുന്നത്. കാലവർഷം തുടങ്ങിയതോടെ മഴയും കനക്കുകയാണ്. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 16 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ മൺസൂൺ നേരത്തെ എത്തുന്നു എന്നതാണ് ഇത്തവണത്തെ മൺസൂണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തെക്കൻ കേരളത്തിലാണ് ആദ്യം മൺസൂൺ എത്താറുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ആദ്യം വടക്കൻ കേരളത്തിലെത്തി പിന്നീടാണ് സംസ്ഥാനം ഒട്ടാകെ വ്യാപിക്കുന്നത്. അങ്ങനെ നിരവധി പ്രത്യേകതകളോട് കൂടിയാണ് ഇത്തവണത്തെ മഴക്കാലം എത്തുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ വർഷങ്ങളെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 2009 മെയ്യിലായിരുന്നു കാലവർഷം എത്തിയിരുന്നത്. അന്ന് മെയ് 23-നായിരുന്നു കാലവർഷം. അതിനുശേഷം ഇപ്പോഴാണ് ഇത്ര നേരത്തെ മൺസൂൺ എത്തുന്നത്. അതിനുശേഷം 2024 ഒരു കണക്കെടുക്കുകയാണെങ്കിൽ മെയ് 30-നാണ് കാലവർഷം എത്തിയത്. 2023-ലും മെയ് 30-നാണ് എത്തിയത്. പിന്നീട് 2022-ലാണെങ്കിൽ ജൂൺ 8-ന് വളരെ വൈകിയാണ് കാലവർഷം വന്നത്. ഒപ്പം 2021-ലും മെയ് 29-നെത്തി, 2020-ൽ ജൂൺ 3-നെത്തി, 2019-ൽ ജൂൺ 1-നെത്തി, 2018-ലും വൈകി ജൂൺ 8-നാണ് എത്തിയത്. 2017-ലെ കണക്കെടുക്കുകയാണെങ്കിൽ മെയ് 29-നാണ് എത്തി. അങ്ങനെ കഴിഞ്ഞ സമീപ വർഷങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നേരത്തെയാണ് ഇത്തവണത്തെ മൺസൂൺ എന്നതാണ് പ്രത്യേകത. മാത്രവുമല്ല, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മഴക്കാലം എത്തുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച മഴ കുറവ് മാത്രമാണ് ലഭിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. മഴ ആദ്യ ദിവസം മുതൽ തന്നെ ശക്തമായ മഴയാണ് ലഭിക്കുന്നത്. മാത്രവുമല്ല, വേനൽ മഴ കൂടി കനക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. ഇനിയും അത് അങ്ങനെ തന്നെ വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പ് ഉണ്ടാകും. ഒപ്പം തന്നെ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കഴിഞ്ഞ ദിവസം അത് തീവ്ര ന്യൂനമർദ്ദമായി മാറിയിരുന്നു. ഇപ്പോഴത് വീണ്ടും ശക്തി പ്രാപിച്ച് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിരിക്കുകയാണ്. കൊങ്കൺ തീരത്താണ് അത് കര തൊട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരള, തമിഴ്നാട്, കർണാടക തീരത്തൊക്കെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നിലവിലുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ലഭിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇടയ്ക്കിടെ മാത്രമായിരിക്കും മഴ പെയ്യുക. പക്ഷേ മഴ പെയ്യുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ രാത്രികാലങ്ങളിൽ അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ഒപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിന് സാധ്യതയുണ്ട്. മിന്നൽ പ്രളയത്തിന് വരെ സാധ്യതയുണ്ട്. ഇത്തരം ജാഗ്രത മുന്നറിയിപ്പുകളൊക്കെ ഉണ്ട്. മാത്രവുമല്ല, കള്ളക്കടൽ പ്രതിഭാസം, ഒപ്പം ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ വളരെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. ഒപ്പം രാത്രികാല യാത്രകൾ ഉൾപ്പെടെ ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. ഇങ്ങനെ സംസ്ഥാനത്ത് ഇതൊക്കെ മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ, മൺസൂൺ എത്തുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന നിർദ്ദേശങ്ങളാണ്. ഇതൊക്കെ ഇനിയും തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നതും. എന്തായാലും ശക്തമായ മഴ തുടരുകയാണ്. വളരെയധികം ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. കാരണം കഴിഞ്ഞ ദിവസം വേനൽ മഴയിൽ മാത്രം വ്യാപക നാശനഷ്ടമാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ മൺസൂൺ കൂടി എത്തി, ഈ മഴ കൂടി എത്തുന്നതോടെ സംസ്ഥാനത്തിന്റെ സ്ഥിതി മാറും. വളരെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. ഒപ്പം മഴ കനക്കും എന്നത് തന്നെയാണ് നിർദ്ദേശം. വടക്കൻ കേരളത്തിലുള്ളവർ പ്രത്യേകം ജാഗ്രത പുലർത്തണം. കാരണം വടക്കൻ കേരളത്തിലാണ് ഇത്തവണ കൂടുതൽ മഴ ലഭിക്കുക. എന്തായാലും മഴ ശക്തമാവുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. ഷംന തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഇനി സംസ്ഥാനത്ത് മഴ കനത്തതോടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ്. പലയിടത്തും വീടുകൾക്കുമേൽ മരങ്ങൾ വീണ് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. കൃഷിനാശമുണ്ട്. അട്ടപ്പാടിയിൽ വൈദ്യുതി മുടങ്ങിയിട്ട് 24 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് അനക്സ് 1-ന് സമീപവും വെള്ളയമ്പലം ആൽത്തറ ജംഗ്ഷനിലും രാജ്ഭവന് സമീപവും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് സമീപവും മരം കടപുഴകി. പരശുവയ്ക്കൽ ആടുമങ്ങാട്ടും മരം വീടിന് മുകളിൽ വീണു. നെയ്യാറ്റിങ്കര പെരുമ്പഴത്തൂരിൽ വീട് ഭാഗികമായി തകർന്നു. കൊല്ലത്ത് മലയോര മേഖലയിലാണ് നാശനഷ്ടം കൂടുതൽ. പുനലൂർ, പത്തനാപുരം, അഞ്ചൽ, ഏരൂർ, ഐക്കരക്കോണം, കുളക്കട എന്നിവിടങ്ങളിൽ വീടുകൾക്ക് മേൽ മരം വീണു. വൈദ്യുതി ബന്ധവും തകരാറിലായി. കൊട്ടാരക്കര പെരുംകുളത്ത് ചുഴലിക്കാറ്റിൽ വിളവെടുപ്പിന് പാകമായ 450 ഏത്തവാഴകൾ നിലംപൊത്തി. പത്തനംതിട്ട കോട്ടമുകൾ റോഡിൽ ഇലക്ട്രിക് ലൈനിന് മുകളിൽ മരം വീണു.
മഴയിലും കാറ്റിലും കോട്ടയം തലനാട് സ്കൂളിന്റെ മേൽക്കൂര തകർന്നു. പാറേച്ചാൽ ബൈപ്പാസിൽ മരം കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു. അട്ടപ്പാടിയിൽ 24 മണിക്കൂറിലധികമായി വൈദ്യുതി ബന്ധം തകരാറിലായിട്ട്. കോഴിക്കോട് പുതിയാപ്പയിലും മരം വീണ് വീടുകൾക്ക് നാശം. നല്ലളം 110 kV സബ്സ്റ്റേഷന്റെ എക്സ്ട്രാ ഹൈടെൻഷൻ ടവറും ചരിഞ്ഞു. ടവറുകൾ പുനഃസ്ഥാപിക്കാൻ നടപടി തുടരുകയാണ്. കാരശ്ശേരിയിൽ 300-ലധികം വാഴ നിലംപതിച്ചു. കാസർഗോഡ് ബീച്ചുകളിലും റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി. ക്വാറികൾ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും ജില്ലാ കളക്ടർ. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തിരുവനന്തപുരത്തും വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കിളിമാനൂരിൽ വീടിനു മുകളിൽ മരം വീണ് മേൽക്കൂര തകർന്നു. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന കുട്ടികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അടയമൺ മേലെ പയ്യനാട് സ്വദേശി അനിതയുടെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. നെടുമങ്ങാട് ഇഞ്ചിയത്ത് വീടിന് മുകളിൽ മാവ് വീണു. വീടിനും വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. നെടുമങ്ങാട് സ്വദേശി മീനാക്ഷിയുടെ വീടാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. KCB പോസ്റ്റും നിലംപൊത്തി. ഉച്ചയ്ക്ക് 1:30 അപകടം. തിരുവനന്തപുരത്ത് നിന്നുള്ള മഴക്കെടുതിയുടെ വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, തിരുവനന്തപുരത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തന്നെ ഈ മലയോര മേഖലകളിലൊക്കെ മഴയൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നതാണ്. ഏതൊക്കെ മേഖലകളിലാണ് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്? പണ്ടാരക്കരയിലാണ് ശ്രീജ. ഞാൻ ഇപ്പോൾ ഉള്ളത് വെള്ളായണിയിലാണ്. വെള്ളായണി പണ്ടാരക്കരി പാടശേഖരത്താണ്. ഇവിടെ വലിയ നാശനഷ്ടമാണ് ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലുണ്ടായത്. നൂറുകണക്കിന് മൂട് വാഴകൾ നശിച്ചു. ആയിരക്കണക്കിന് എന്ന കർഷകർ തിരുത്തി പറയുന്നു. ആയിരക്കണക്കിന് മൂട് വാഴകൾ നശിച്ചു എന്ന് പറയുന്നു. ഏത്തവാഴകളാണ് കൂടുതൽ ഇവിടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഒരുപാട് പ്രദേശത്തെ ഈ ഭാഗത്ത് നേരത്തെ ഒന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിട്ട്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകുന്നത്. ഏതാണ്ട് എല്ലാം വിളവെടുക്കാറായ വാഴക്കുലകളുമായിരുന്നു. അതാണ് ഈ കർഷകരുടെ സങ്കടം വർദ്ധിപ്പിക്കുന്നത്. ഈ രണ്ട് വശത്തും, ഞാനിപ്പോൾ നിൽക്കുന്ന പാടത്തിന്റെ രണ്ട് വശത്തും ഇതാണ് കാഴ്ച. നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ കർഷകരുമൊക്കെ ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിരിക്കുന്നത്? ഇപ്പം നമുക്ക് ഈ വാഴയ്ക്ക് മാത്രം തന്നെ ഇതിന്റെ ഇന്നത്തെ ഇതിൽ 5 ലക്ഷം രൂപയ്ക്ക് മുമ്പോട്ടുള്ള ചെലവിരിക്കും. ഇതിപ്പം 1000 വാഴ ആട്ടിരുന്നതാണ്. പാട്ടം തന്നെ നമുക്ക് ഈ വയറ്റ് 40,000 രൂപയാണ്. ഇത് മുതലേ തോന കൃഷി പുള്ളിയാണ്. നിങ്ങളത് മാത്രം ഈ 1000-ഓളം വാഴ? 1000-ഓളം വാഴ. രണ്ടും നമുക്കുള്ള തന്നെ. അതേപോലെ ഇനി താഴെ ഒരു വയലുണ്ട്. അത് മുതൽ തന്നെ എല്ലാം തറമട്ടം അടിച്ചിട്ടിരിക്കുകയാണ്. ഇതെല്ലാം വിളവെടുക്കാറായ മുറിക്കാറായ വാഴ. ഇനി 30 ദിവസം കഴിയുന്നത് ഓണത്തിന് വേണ്ടി നിർത്തിയതാണോ? അല്ല, ഇത് ഓണത്തിന് മുന്നേ ഇത് എടുത്ത് മാറും. അടുത്ത ഓണക്കൃഷിക്ക് വേറെ പച്ചക്കറി ചെയ്യേണ്ട വയലാണ്. അവിടെ നെൽപ്പാടങ്ങളിലും ഒക്കെ വെള്ളം കയറി? എല്ലാം മൊത്തത്തിൽ വെള്ളം കയറി കിടക്കുകയാണ്. ഇവിടെ സാധാരണ ഈ വാഴയൊക്കെ പോകുന്നത് വെള്ളം കയറി വാഴ പോകുന്നതായിരിക്കും സാധാരണത്തേക്ക്, അല്ലെ? ഇപ്പോഴാണ് ഇത്രയും അതിച്ച കാറ്റെന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു 8 മണി കഴിഞ്ഞ് തുടങ്ങിയതാണ് രാത്രി. അവിടെ കിടന്ന മരങ്ങളും കംപ്ലീറ്റാ. ഇതൊന്നും ഈ മുറിച്ച് മാറ്റാനും പറ്റാത്ത അവസ്ഥ. ഇതൊന്നും നമുക്ക് ഒരു ഉപയോഗത്തിന് പറ്റാത്തൊരു കയ്യിൽ നിന്നും കാശ് ചിലവാക്കി ഇനി ഒന്നേന്ന് വെട്ടി മാറ്റും. അതും നഷ്ടമാണ് നമുക്ക്. വാഴയുടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ വാഴയുടെ പണി മുഴുവനായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇത് ഓണത്തിന് മുമ്പേ നമ്മൾ കയറ്റുമതി ചെയ്യാനുള്ള സാധനങ്ങളാണ് ഓണപ്പരുവത്തിന്. പക്ഷെ ഇനി അതുകൊണ്ട് ഒരു നേട്ടവുമില്ല. നമുക്കൊരു 2 മാസം കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മളിപ്പം ഏതാണ്ട് 5 ലക്ഷം രൂപ കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും കുറച്ച് പൈസ നമ്മളെ ലാഭം കിട്ടുമായിരുന്നു. ഇതിപ്പം സ്ഥലം പ്രമാണം പണയം വയ്ക്കുകയും പലിശക്കെടുക്കുകയും ചെയ്താണ് ഇതെല്ലാം ചെയ്തത്. പക്ഷെ ഇതെല്ലാം നശിച്ച്